കേരളം മാത്രമോ നഴ്സുമാരുടെ നരകമെന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. അതിഥികളിലേക്ക് പോകും മുൻപ് തൃശ്ശൂരിൽ നിന്ന് ജെയ്സൺ നമ്മോടൊപ്പം. ജെയ്സൺ, ഇവിടെ ഈ ചർച്ചയ്ക്കിടയിൽ ഡോക്ടർ മുജീബ് റഹ്മാൻ പറയുന്നത് എല്ലാ ആശുപത്രികളും ഫുള്ളാണ്, ഒരു രോഗികളെയും ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കയറ്റാതെ പറഞ്ഞു വിടുന്നില്ല, അങ്ങനെ ഈ സമരം പൊളിക്കാൻ ഒരു നീക്കം നടത്തുന്നില്ല സ്വകാര്യ ആശുപത്രി മാനേജ്മെൻറ്റുകൾ എന്നാണ്. പക്ഷേ ജാസ്മിൻ ഷാ എന്ന് പറഞ്ഞത് ജെയ്സൺ അടക്കം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ഹൃദ്രോഗിയെ അവിടെയുള്ള സ്വകാര്യ ആശുപത്രികളൊന്നും കയറ്റാതെ പലയിടങ്ങളിൽ കയറിയിറങ്ങി അവസാനം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോൾ അന്ത്യം സംഭവിച്ചുവെന്നാണ്. എന്താണ് നിജസ്ഥിതി? വേണു, ഈ മാസം 19-നാണ് പൊന്നാനിയിൽ വെച്ച് സെയിൽ ടാക്സ് ഓഫീസറായിരുന്ന വിജയരാഘവനും മകനും വാഹനാപകടത്തിൽ പരിക്കേൽക്കുന്നത്. ആദ്യം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശ്ശൂരിലെ നേരത്തെ ജാസ്മിൻ ഷാ സൂചിപ്പിച്ച പോലെ തന്നെ എലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ചികിത്സ ലഭിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തു. അതിന് പിറ്റേ ദിവസം തന്നെ രാവിലെ, അതായത് ഇന്ന് വൈകിട്ടാണ് ഡിസ്ചാർജ് ചെയ്തെങ്കിൽ നാളെ രാവിലെ തന്നെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. പക്ഷേ ആശുപത്രി അധികൃതർ പറഞ്ഞ വാദം ഇവിടെ സമരം നടക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നതായിരുന്നു. പിന്നീട് നിരവധി ആശുപത്രികളിൽ ഇവർ സമീപിച്ചെങ്കിലും ഒരു സ്ഥലത്തും ഈ രോഗിയെ എടുക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. ഇതിനുശേഷമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷമായിരുന്നു അന്ത്യം സംഭവിക്കുന്നത്. വീട്ടുകാരും അവരുടെ ബന്ധുക്കളും ആരോപിക്കുന്നത് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസം ലഭിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. തങ്ങൾ ഡിസ്ചാർജ് ചെയ്ത ആശുപത്രിയിൽ തന്നെ പിറ്റേന്ന്, അതായത് 6 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ എലൈറ്റ് ആശുപത്രിയിൽ വീണ്ടും ഇദ്ദേഹത്തെ എത്തിക്കുകയായിരുന്നു. പക്ഷേ 6 മണിക്കൂറുകൾക്ക് ശേഷം ആശുപത്രി അധികൃതർ ഇവരെ എടുക്കാൻ തയ്യാറായില്ല എന്നതാണ് ഒരു പ്രധാനമായ ആരോപണം. ഇതിന് ആശുപത്രി അധികൃതർ, എലൈറ്റ് ആശുപത്രി മാത്രമല്ല ഇവർ സമീപിച്ച 6 7 ആശുപത്രി അധികൃതർ പറഞ്ഞത് ഇവിടെ സമരം നടക്കുന്നതുകൊണ്ട് ഇവിടെ ആശുപത്രികളെ പ്രവേശിപ്പിക്കാൻ ശ്രമിക്കണം, രോഗിയെ. പക്ഷേ ജെയ്സൺ, തൃശ്ശൂർ സമരം ഇല്ല എന്നാണ് ജാസ്മിൻ ഷാ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾ സുഹൃത്തുക്കളും നമുക്ക് മാധ്യമങ്ങൾക്ക് മുമ്പാകെ ഇന്ന് അവതരിപ്പിച്ച സംഭവമാണ് ഞാൻ പറയുന്നത്. ഇവിടെയൊന്നും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ കാര്യമായ സമരങ്ങളോ മറ്റോ ഒന്നും നടക്കുന്നതായി മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. ശരി ജെയ്സൺ, ഞാൻ തിരികെ എത്താം. ഡോക്ടർ മുജീബ് റഹ്മാൻ, വിജയരാഘവൻ എങ്ങനെ മരിച്ചു? ഇത് എനിക്കൊരു ന്യൂസാണ്. കാരണം യാതൊരു തരത്തിലും ഉള്ളൊരു സമരം നടക്കാത്തൊരു സ്ഥലത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ഇപ്പോൾ ജൂബിലി മിഷൻ ആശുപത്രി ആണെങ്കിലും അമല ആശുപത്രി ആണെങ്കിലും ഒക്കെ രോഗികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഡെങ്കി ഫീവർ സീസണില്ലാന്നൊക്കെ ജാസ്മിൻ ഷാ പറയുമെങ്കിലും ഇപ്പോൾ ഡെങ്കി ഉണ്ട്, നമുക്കെല്ലാം അറിയാം. പനി ബാധിച്ച സംസ്ഥാനത്ത് ഇനി ബെഡ് കേരളം ഇത് കേൾക്കട്ടെ, കേരളം ഇത് കാണട്ടെ, കേരളം വിധി എഴുതട്ടെ. നന്ദി ജെയ്സൺ ഈ ഘട്ടത്തിൽ വന്ന് ഈ വിവരങ്ങൾ നൽകിയതിന്. ശ്രീ വി രാജേഷ്, നൌഷാദ് തിരിച്ചയച്ച ചോദ്യം, കേരളം മാത്രമാണോ ഈ നഴ്സുമാരുടെ നരകം? ഇപ്പോൾ താങ്കൾ പറയുകയുണ്ടായല്ലോ കർണാടകത്തിൻ്റെ കാര്യം. അവിടെ തെന്നിന്ത്യയിൽ ആദ്യം താമര വിരിഞ്ഞ സ്ഥലമാണ്. ഭരണകാലാവധി പൂർത്തിയാക്കുകയും ചെയ്തതാണ് BJP. അവിടെ നിന്നാണ് താങ്കൾ ഒരു അനുഭവം പറഞ്ഞത് 18 മണിക്കൂറെന്ന്. അല്ല, ഞാനാണല്ലോ ആദ്യം പറഞ്ഞത്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനത്തിൻ്റെ പേര് തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണല്ലോ പറഞ്ഞുള്ളത്. കർണാടക അല്ല, ആന്ധ്രയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേണു, പ്രശ്നമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കുന്ന സമൂഹമാണ് നഴ്സിംഗ് സമൂഹം. 2011 എറണാകുളം രാജേന്ദ്ര മൈതാനിയിൽ നടന്ന, ജാസ്മിൻ ഓർക്കുന്നുണ്ടാകും, നഴ്സുമാരുടെ ഒരു സമ്മേളനമുണ്ട്. അവിടെ ഞാൻ വായിച്ച ഒരു നോട്ടീസ് ഇവർ തന്നെ അച്ചടിച്ച് കയ്യിൽ തന്നതാണ്. നഴ്സ് എന്ന് കേൾക്കുമ്പോഴേക്കും ഒരു വിവാഹ ആലോചന ചെന്നാലും അയ്യേ നഴ്സോ എന്ന് പ്രതികരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് എന്ന് ഈ നഴ്സുമാരുടെ സംഘടന തന്നെ അടിച്ചിറക്കി വിതരണം ചെയ്ത നോട്ടീസ് ഞാൻ വായിച്ചതാണ്. അതായത് എല്ലാ തരത്തിലും അവഗണിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിൽ. ഇത്തരത്തിലുള്ള സമരങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും കുറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ച് ചോദിച്ചു. ആ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അവിടുത്തെ നഴ്സുമാരുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചു. അവിടെയൊക്കെ തന്നെ മെച്ചപ്പെട്ട ശമ്പളമാണ് പല സ്ഥലങ്ങളിലും കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇടപെടലിലൂടെ സാധിച്ചിട്ടുണ്ട്. പൂനെയിൽ 37,000 മുതൽ 45,000 വരെ ശമ്പളമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്.
ഛത്തീസ്ഗഡിൽ 28 മുതൽ 30,000 രൂപ വരെ ശമ്പളമുണ്ട്. ഡൽഹി ഭരിക്കുന്നത് BJP അല്ല. ഡൽഹിയിൽ 30,000 രൂപ ശമ്പളം വാങ്ങുന്നു. വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിലും കേരളത്തെക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ശമ്പളമാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലൊക്കെ ലഭിക്കുന്നത്. ഇതൊക്കെ തന്നെ അവിടുത്തെ ഗവൺമെന്റുകളുടെ ശക്തമായ ഇടപെടലിനെ തുടർന്നാണ് നടന്നിട്ടുള്ളത്. നഴ്സുമാരുടെ പ്രതിനിധികളുണ്ടല്ലോ, പറയട്ടെ. സുപ്രീം കോടതി വിധി നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗുജറാത്തിൽ ഗവൺമെന്റ് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞു. അതുമായിട്ട് ഗുജറാത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. അവിടെയൊക്കെയുള്ള ഒരു ഹോസ്പിറ്റൽ മാഫിയയുടെയും മുൻപിൽ സർക്കാർ മുട്ടുമടക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ അവിടെ പൊട്ടിപ്പുറപ്പെടാത്തത്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, തൃശ്ശൂരിലെ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വന്നല്ലോ. ഞാൻ വേണോ അതുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ? പറഞ്ഞോളൂ. തൃശ്ശൂരിലെ വിഷയം ഇവിടെ ചർച്ചയ്ക്ക് വന്നല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് തൃശ്ശൂരിൽ സമരമില്ലാത്ത ആശുപത്രികളുടെ മാനേജ്മെന്റുകൾ സമരം നടക്കുന്ന മാനേജ്മെന്റുകളുമായി ഗൂഢാലോചന ചേർന്നുകൊണ്ട് സമരമില്ലെങ്കിലും വരുന്ന രോഗികളെ മടക്കി അയക്കുമ്പോഴേക്കും അവർക്ക് സ്വാഭാവികമായിട്ടും അത്യാഹിതങ്ങൾ സംഭവിക്കുന്നു. ആ അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ നഴ്സുമാർക്കെതിരായി കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിന്നും ഒരു വികാരം ഉണ്ടായി വരട്ടെ. അങ്ങനെയെങ്കിലും ഈ സമരത്തിന്റെ തീവ്രത ഒരു ഭാഗത്ത് കുറഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ ചോദിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഡോക്ടർ മുജീബ് റഹ്മാൻ ഒരു രക്തസാക്ഷി ഉണ്ടായല്ലോ എന്ന് ആഹ്ലാദിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത്. നഴ്സിംഗ് സമരം കൊണ്ട് കേരളത്തിൽ ഒരു രക്തസാക്ഷി ഉണ്ടായി എന്ന് ആഹ്ലാദിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു മനസ്സാണ് അപ്പുറത്ത് നിൽക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ചർച്ച നടത്താൻ വേണ്ടി. ശക്തമായ പ്രതികരണമാണത്. ഞാൻ ഒരു ഇടവേളയിലേക്ക് കൂടി പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളിലേക്ക് വരാം. സൂപ്പർ പ്രൈം അവസാന ഘട്ടത്തിലേക്ക് ഞാൻ മറ്റു അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കൈ ഉയർത്തിയതുകൊണ്ട് ശ്രീ മുജീബ് റഹ്മാൻ, നിങ്ങൾ ആരെയൊക്കെയാണ് പിഴിയുന്നത്? നിങ്ങൾ രോഗികളെ പിഴിയുന്നു, രോഗികളുടെ ബന്ധുക്കളെ പിഴിയുന്നു, രോഗീ പരിചരണം നടത്തുന്ന നഴ്സുമാരെ പിഴിയുന്നു. ഇനി ഒരു രോഗിയെ ഒരു സമരമുഖത്ത് വെച്ച് രക്തസാക്ഷിയാക്കാനും നിങ്ങൾ തന്നെ മുതിരുന്നു. ഇതാണ് രാജേഷ് ചൂണ്ടിക്കാട്ടുന്നത്. ഇങ്ങനെ വലിയ രൂപത്തിൽ മനുഷ്യാവകാശ ലംഘനത്തിന്റെ പരമാവധിയിലേക്ക് പോകുന്ന വേറൊരു രംഗമില്ല കേരളത്തിൽ. എന്ന് വെച്ചാൽ തൊഴിൽ ചൂഷണം മുതൽ മരണം വരെയാണ് നിങ്ങൾ ഉറപ്പുവരുത്തുന്നത്. വളരെ ക്രൂരമായൊരു ആരോപണമാണ് വേണു അത് നടത്തിയത് രാജേഷ്. കാരണം തൃശ്ശൂരിൽ 2 തരത്തിൽ ഒരു ആശുപത്രികളിൽ സമരം നടക്കുന്നു, വേറെ അത് തെറ്റാണ് സത്യത്തിൽ. അവിടെ അങ്ങനെ ഒരു സ്ഥലത്തും ജാസ്മിൻ ഷാ പറഞ്ഞതുപോലെ അവിടെ ഒരു സ്ഥലത്തും സമരം വിജയരാഘവൻ എന്നൊരാൾ ഇന്ന് നമുക്കിടയിൽ ഇല്ല എന്ന യാഥാർത്ഥ്യത്തിന് മുന്നിൽ നിന്ന് മറുപടി പറയണം. എലൈറ്റ് ആശുപത്രിയിൽ നിന്ന് വിജയരാഘവനെ ഇറക്കി വിടുന്നത് നിങ്ങൾ മരണത്തിലേക്കാണ്. മുജീബ് റഹ്മാൻ മുജീബ് റഹ്മാൻ എലൈറ്റ് ആശുപത്രിയിൽ നിന്ന് വിജയരാഘവനോട് നിങ്ങൾ പറയുന്നത് പോയി മരിക്കുക എന്നാണ്. എങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇറക്കി വിട്ടതായിട്ട് യാതൊരു അറിവും ഞങ്ങളുടെ ഇന്നിപ്പോഴും ഇവിടെ ഈ താങ്കളുടെ അറിവില്ല. ഒരാളെ മരിക്കാൻ പറഞ്ഞു വിടുന്ന നിങ്ങൾ ജാസ്മിൻ ഷായുടെയും ഈ പറയുന്ന ലിബിൻ തോമസിന്റെയും സഹപ്രവർത്തകരുടെ ഈ പറയുന്ന രാജേഷ് പറഞ്ഞതുപോലെ ചോര വിയർപ്പാക്കുന്നവരുടെ അധ്വാനത്തെ നിങ്ങൾ അംഗീകരിക്കുമോ? അവരുടെ അവകാശത്തെ നിങ്ങൾ പരിരക്ഷിക്കുമോ? ഇല്ല. ഒരാളെ മരണത്തിലേക്ക് തള്ളിവിടാൻ മടിയില്ലാത്തവരാണ്. എൻ്റെ വേണു, നമ്മൾ ഈ IRCയുടെ ചർച്ച ചെയ്തുകൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ട്രേഡ് യൂണിയനുകളെ എന്താണോ പറഞ്ഞത് അത് അംഗീകരിച്ച് അതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ഡോക്ടറാണ്. ഇത്രയും ക്രൂരമായ ജാസ്മിൻ ഷായെയും ഈ ലിബിൻ തോമസിനെയും കിട്ടാത്തത് കൊണ്ട് ട്രേഡ് യൂണിയനുകൾ കളിക്കുന്നുണ്ട്. CITU നാടാകെ നോട്ടീസ് വിതരണം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അനുകൂലമായിട്ടാണത്. മുഴുവൻ തൊഴിലാളി ഇവിടെ വ്യവസ്ഥാപിതമായിട്ട് നടക്കുന്ന ചർച്ചകൾ കാലാകാലങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ എന്ത് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിലും നടക്കുന്ന ഒരു ചർച്ചയുടെ ഒരു രൂപമാണ് മിനിമം വേജസ് എടുക്കുന്നത്. അതിനനുസരിച്ച് കമ്മിറ്റികൾ ഉണ്ടാക്കുന്നത്. ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശ സമരത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് ഈ കമ്മിറ്റികൾ എന്നാണ്. ആ കമ്മിറ്റികളിൽ ഇരുന്ന് ഇന്നിപ്പോൾ ഈ പറയുന്ന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന തലത്തിലേക്ക് ജാസ്മിൻ ഷാ അടക്കമുള്ളവരാണ് പോകുന്നത്. നിങ്ങളാണ് നേട്ടമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ നേട്ടമുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് നിങ്ങൾ ഈ 50 കിടക്കയുടെ കണക്കുമായിട്ട് വരും. നിങ്ങൾ ഈ 50 കിടക്കയുടെ കണക്കുമായി വരും. എന്നിട്ട് ഈ പറയുന്ന കൂടുതൽ കൂടുതൽ കിടക്കകളുള്ള വമ്പൻ ആശുപത്രികൾ വമ്പൻ ആശുപത്രികൾ ഇതിന്റെ പേർ പറഞ്ഞ് രക്ഷപ്പെടും. ഞാനൊരൊറ്റ കാര്യം പറയാം, അമൃത, ഒരൊറ്റ കാര്യം പറയാം മുജീബ് റഹ്മാൻ.
അമൃത ആശുപത്രി ഇല്ലല്ല ഒരു നിമിഷം, അമൃത ആശുപത്രി 2 ആക്കി. അമൃത മെഡിക്കൽ കോളേജ് എന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നും. 800 ബെഡാണ്, 800 ബെഡാണ്. അതിന് ഏത് രൂപത്തിലുള്ള തുക കൊടുക്കേണ്ടി വരും, ഏത് തരത്തിലുള്ള വേതനം നിശ്ചയിക്കേണ്ടി വരും? അപ്പോൾ കുബുദ്ധി പ്രവർത്തിക്കുകയാണ്. 2 ആക്കുന്നു മെഡിക്കൽ കോളേജ് എന്നും ഈ പറയുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി എന്നും. ഈ തട്ടിപ്പുണ്ടല്ലോ, ഇതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ക്ഷമിക്കണം അമല 2 ആക്കി. അല്ല അമലയും അമൃതയും ലിസി ഹോസ്പിറ്റൽ എല്ലാ ബെഡുകളും ഒരു നിമിഷം മുജി. അത് കേരളത്തിൽ അമൃത ആശുപത്രി 2 ആക്കി, അമല ആശുപത്രി 2 ആക്കി, സാമരട്ടൻ ആശുപത്രി 2 ആക്കി, ലിസി ആശുപത്രി 1300 ബെഡുള്ള ആശുപത്രി 500 ബെഡിൽ താഴേക്ക് 700 ബെഡിലേക്ക് എത്തി. അങ്ങനെ എല്ലാവരും ബെഡിന്റെ എണ്ണം കുറച്ചു. ഈ ബെഡിന്റെ എണ്ണത്തിലാണ് ഈ മിനിമം വേജസിന്റെ രീതി വരുന്നതുകൊണ്ട് ഇപ്പൊ ആശുപത്രിയിൽ ബെഡ് എണ്ണം കാണാൻ മാത്രമല്ല മുജീബ്, ജാസ്മിൻ പറഞ്ഞൊരു കാര്യമില്ലേ, മെഡിക്കൽ ട്രസ്റ്റ് എന്താണ് ചെയ്തത്? മെഡിക്കൽ ട്രസ്റ്റ് 13,000 കൊടുക്കുമ്പോൾ റെന്റ് 2,000 ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നു. മെഡിക്കൽ ട്രസ്റ്റ് 13,000 കൊടുക്കുമ്പോൾ റെന്റ് 2,000. മെഡിക്കൽ ട്രസ്റ്റിന് ഇപ്പോൾ മനസ്സിലാവുകയാണ് സാഹചര്യം മാറുന്നു. 17,000 കൊടുക്കുന്നു. ഒറ്റയടിക്ക് റെന്റ് കൂട്ടുകയാണ്. അപ്പോൾ അത്രയും കട്ട് വരികയാണ്. അപ്പൊ ഫലത്തിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന പൈസ കൊടുക്കേണ്ടാത്ത നില ഉണ്ടാക്കുകയാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ല, അത് വലിയ ആശുപത്രികളിൽ ഇപ്പോൾ നിൽക്കുന്നത്, അതായത് ഇപ്പൊ IRC നിശ്ചയിച്ചത് 23,760 രൂപയാണ് ഏറ്റവും ഉയർന്ന രൂപത്തിൽ അടിസ്ഥാന വേതനം വരുന്നത്. 20,000 രൂപ ആവശ്യപ്പെടുന്നത് 23,760 രൂപയാണ് അടിസ്ഥാന വേതനം വലിയ ആശുപത്രികളിൽ വരുന്നത്. 300 ബെഡുള്ള ആശുപത്രികളിൽ എല്ലാം അടക്കമാണ്. 23,700 രൂപ 23,000 രൂപ എന്ന് പറയുന്നത് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമവിരുദ്ധമായിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി എടുക്കട്ടെ. ഞങ്ങൾ അതിന് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഒരു നടപടി നമ്മൾ അങ്ങനെ നിയമവിരുദ്ധമായിട്ട് ഏത് കാര്യം ചെയ്യുമ്പോൾ ഒരു നിമിഷം നടപടി എടുക്കട്ടെ എന്ന് പറയുന്ന കാര്യം അവിടെ ഒരു വലിയ വിശാല മനസ്സായിട്ട് അവതരിപ്പിക്കേണ്ട. എന്തിന് 2 ആക്കി? അതിന് മറുപടി പറയൂ. നടപടി അവിടെ നിൽക്കട്ടെ. എന്തിന് 2 ആക്കി? മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഞാനതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ല. ഇടപെടണം, നിയന്ത്രിക്കണം. അതല്ല, ഇവിടെ ശ്രീ രാജേഷ് 37,000 രൂപയൊക്കെ നഴ്സുമാർക്ക് ശമ്പളം കിട്ടുന്നതിന്റെ കാര്യം പറഞ്ഞു പൂനെയിലുമൊക്കെ. പക്ഷെ ഏത് ആശുപത്രിന്ന് ഇപ്പൊ സ്വകാര്യ ആശുപത്രിയാണോ അല്ലയോ? നഴ്സുമാർക്ക് ഇവിടെ കേരളത്തിൽ 50,000-ലധികം 60,000 ശമ്പളം വാങ്ങിക്കുന്ന നഴ്സുമാരുണ്ട്. അതിന് വളരെ ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് ആ തരത്തിൽ വർത്തമാനം പറഞ്ഞു പോകരുത്. ഇവിടെ സ്വകാര്യ മേഖലയിൽ നഴ്സുമാർ ചൂഷണങ്ങൾക്ക് അതെ ഞാൻ പറഞ്ഞു തരുന്നോട്ടെ. കേരളത്തിൽ സ്വകാര്യ നഴ്സുമാർ ചൂഷണത്തിന് വിധേയമാകുന്നുണ്ട്. പക്ഷെ ഇവിടെ ശരി നൗഷാദ്, ഞാൻ അങ്ങേക്ക് അവസാനത്തെ അവസരം നൽകുകയാണ്. 20-ാം തീയതി ഒരു നിമിഷം നൗഷാദ്, 20-ാം തീയതി കണക്ക് മാത്രമല്ല ലാഭം കൊയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും. സ്വാഭാവികമായിട്ടും അവരുടെ ലാഭം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളും നടത്തും. സർക്കാർ ഇത് മനസ്സിലാക്കിയിട്ട് ഇക്കാര്യത്തിൽ സർക്കാർ ഒരു മീഡിയേറ്ററുടെ ജോലി കൃത്യമായി ചെയ്യും. മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ റോള് മാത്രമല്ല സർക്കാർ ചെയ്യേണ്ടത്, മെഡിക്കൽ കൊള്ളയ്ക്കെതിരെയുള്ള റോളാണ് എടുക്കേണ്ടത്. മീഡിയേറ്ററുടെ റോളല്ല സർക്കാർ എടുക്കേണ്ടത്, മെഡിക്കൽ കൊള്ളയ്ക്കെതിരായ റോൾ എടുക്കുകയാണ് വേണ്ടത്. അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം 20-ാം തീയതി. അല്ലെങ്കിൽ സമരമുഖത്ത് നിൽക്കുന്നവർക്ക് ഉറപ്പ് നൽകുകയാണ്. വീണ്ടും നമുക്ക് കാണാം ഈ വിഷയം ചർച്ച ചെയ്യാൻ. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.